റിയാദിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രൈഡേ അഥവാ ഞങ്ങളുടെ വീക്ക് ഓഫ് ആയിരുന്നു കേട്ടോ. പുറത്തേക്കാണെങ്കിൽ നോക്കാൻ വയ്യ, അത്രമേ ചൂടാണ്. പക്ഷേ ഞങ്ങളൊരു 6-6:30 ആയപ്പോൾ വിചാരിച്ചു എങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പുറത്തിറങ്ങി കേട്ടോ. 6:30 ആയെന്ന് കണ്ടാൽ പറയില്ല, അത്രമേ വെളിച്ചവും നല്ല ചൂടുമായിരുന്നു. എത്ര SPF ഉള്ള സൺസ്ക്രീൻ ഇട്ടാലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത്രമേ സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ തന്നെ ബോഡി ലോഷനും ഒക്കെ ഇട്ടാലും കുറച്ച് നേരം കൊണ്ട് നമ്മുടെ സ്കിൻ വളരെ പെട്ടെന്ന് ഡ്രൈ ആവും. അത്രയും ചൂടായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ റിയാദിൽ. അതുകൊണ്ട് തന്നെ എനിക്കൊരു 1000 സ്കിൻ ഇഷ്യൂസ് ഇവിടെ വന്നിട്ടുണ്ടായിട്ടോ. എന്തായാലും ഞങ്ങൾ ആദ്യം ലുലുവിലാണ് പോയത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു കോൾ വന്നു, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എവിടെയെങ്കിലും കാണാൻ പോകണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. സോ വി സെഡ് യെസ്. നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കാണുകയും എക്സ്പ്ലോർ ചെയ്യാതെയൊക്കെ പോകുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ കൂടെ അതിനെക്കുറിച്ച്, അതായത് നാടിനെക്കുറിച്ച് നല്ലോണം അറിയുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എന്തായാലും ഞങ്ങൾ അവിടെയൊക്കെ റിയാദൊക്കെ കുറച്ച് ചുറ്റി കണ്ടിട്ട് നേരെ പനോരമ മാളിൽ പോയി. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ സാറ, സെഫോറ, ഷാനൽ തുടങ്ങി ഒരുവിധം ഒട്ടുമിക്ക ബ്രാൻഡ്സും ഉണ്ടായിരുന്നു. ആൻഡ് ഹീ ഈസ് ദ പേഴ്സൺ ഹൂ ഷോഡ് us ഓൾ ഓഫ് ദിസ്. ഇത് ഷാഫി, ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ സുപ്പീരിയർ ആണ്, അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഇവിടെ വന്നതിന് ശേഷം ഹി ഹെൽപ്ഡ് us സോ മച്ച്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ ഈ മാംഗോ ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഈ കാണുന്ന ഇതൊരു സ്മൂതി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, ഒപ്പം വയർ ഫില്ലും ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഷീഷ ലോഞ്ചിൽ പോയി. പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ രസമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഷീഷ ട്രൈ ചെയ്തു. അത്യാവശ്യം നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു. ആൻഡ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.